ഹരേ കൃഷ്ണ. ആരാണ് നമ്മുടെ ബന്ധു, ആരാണ് നമ്മുടെ ശത്രു? ഭഗവാൻ ഗീതയിൽ പറയുന്നു, നമ്മുടെ ബന്ധുവും നമ്മുടെ ശത്രുവും നമ്മൾ തന്നെയാണെന്ന്. അതായത് മനസ്സിനെ നിയന്ത്രിച്ച് ഇന്ദ്രിയങ്ങളെയെല്ലാം അടക്കി നിർത്തി ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ, അതായത് ചെയ്യേണ്ടത് എന്താണ്, ചെയ്യരുതാത്ത എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ്, അങ്ങനെയുള്ള ഒരാളുടെ മനസ്സ് അയാൾക്ക് ബന്ധുവായിരിക്കും. അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ കുറച്ചുകൂടി കിടന്നുറങ്ങിക്കോ, നിന്നെ എന്തിനു കൊള്ളാം, ഒരു കാര്യവുമില്ല, വെറുതെ സമയം കളയണ്ട എന്ന് ആണ് നമ്മളോട് പറയുന്നെങ്കിൽ, അല്ലെങ്കിൽ നീയാണ് കേമൻ കേമൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരു അഹങ്കാരിയാക്കുന്നുണ്ടെങ്കിൽ, നിന്നെ എന്തിനു കൊള്ളാം എന്നൊക്കെയാണ് നമ്മളോട് നമ്മുടെ മനസ്സ് പറയുന്നെങ്കിൽ, മറ്റുള്ളവരോട് വെറുപ്പും പകയുമാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ, ഇനി അതുമല്ല, നമ്മൾ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും പൊക്കിക്കൊണ്ടുവന്ന് നമ്മളെ തളർത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ, അങ്ങനെയുള്ളൊരു മനസ്സ് നമ്മുടെ ശത്രുവുമായിരിക്കും. അതുകൊണ്ട് ഭഗവാൻ ഗീതയിൽ പറയുന്നു, ഉത്തരേതാത്മനാത്മാനം ആത്മാനം നാമവസാദേത് ആത്മൈവ ആത്മനോ ബിന്ദുരാത്മൈവരിപുരാത്മന. ആത്മാവിനെ ആത്മാവിനാൽ ഉയർത്തണം, ആത്മാവിനെ അധപ്പതിപ്പിക്കരുത്. എന്തെന്നാൽ തൻ്റെ ബന്ധു താൻ തന്നെയാണ്, തൻ്റെ ശത്രുവും താൻ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ വേണം ഉയർത്താനായിട്ട്. നമ്മുടെ മനസ്സിനെ ഒരിക്കലും തളരാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. അതിന് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് ഭഗവത് പാദങ്ങളിൽ അഭയം തേടുമ്പോൾ ഭഗവാൻ തന്നെ നമ്മളെ നേർവഴിക്ക് നയിക്കും. അങ്ങനെ എല്ലാവർക്കും ജീവിതത്തിൽ ഉയരാനായിട്ട് സാധിക്കട്ടെ. ഹരേ കൃഷ്ണ.